ചൂടിൽ ഇവർ നമുക്ക് ജലം കൊണ്ട് എത്തിക്കാൻ തന്ന ഈ ഡിവൈഫൈയുടെ ഈ പ്രവർത്തകർക്ക് ഒരു നല്ലൊരു ബിഗ് സല്യൂട്ട് തന്നെ. കൊടുക്കാത്ത പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കൂ. പത്തനംതിട്ട പന്തളം തെക്കേക്കരയിലാണ് CPIM-ന്റെയും DYF-യുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും അതിനൊപ്പം കുടിവെള്ള വിതരണവും നടത്തുന്നത്. പന്തളം തെക്കേക്കര പഞ്ചായത്ത് നേതൃത്വത്തിൽ കുടിവെള്ളം ശരിയാവണ്ണം വിതരണം ചെയ്യുന്നില്ല എന്നാരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധ സമരവും അതിനോടൊപ്പം തന്നെ DYF ഇപ്പോൾ കുടിവെള്ള വിതരണവും നടത്തുന്നത്. ഇപ്പോൾ ഈ പ്രദേശവാസികളോടൊപ്പം നമ്മൾ ചേരുകയാണ് ആളുകൾ. അവരോട് ചോദിക്കുക, എങ്ങനെയാണ് DYF-യുടെ പ്രവർത്തനം? നല്ല പ്രവർത്തനം തന്നെയാണ്. 2-3 ആഴ്ചയായിട്ട് ഇവിടെ വെള്ളമൊന്നും ഇല്ലായിരുന്നു. ഇന്നലെ വൈകിട്ടാണ് DYF വന്ന് പറയുന്നത് ഇന്ന് രാവിലെ വരണം, വെള്ളം കൊണ്ടുവരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞത്. ഞങ്ങൾക്ക് നല്ലൊരു ആശ്വാസമാണ് വെള്ളം കൊണ്ടുവന്നത് തന്നെ. തീർച്ചയായിട്ടും അത് തന്നെയാണ് കൂടുതൽ ആൾക്കാരോട് പറഞ്ഞോളൂ. അതായത് നമ്മുടെ ഈ കൊടും ചൂടിൽ മറ്റൊന്നും നോക്കാതെ ഈ സംഘടനാ പ്രവർത്തകർ DYF-യുടെ ഈ പ്രവർത്തകർ ഈ വലിയ ഈ ചൂട് അവർ ഇതിനെല്ലാം മുൻനിർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് എന്താണ് ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യം ഒന്നാമത്തെ ഘടകമാണ് ജലം. ആ ജലമാണ് ഇന്ന് ഇവിടെ DYF പ്രവർത്തകർ അവർ ഈ കൊടും ചൂടിൽ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ഈ നാടിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. എനിക്ക് ഇവിടെ വിരുന്ന് വന്ന് ഞാൻ കൊല്ലത്താണ് എൻ്റെ സ്ഥലം. ഞാൻ DYF ഒരു പ്രവർത്തനമാണ്. ഈ കൊല്ലംകാരനാണല്ലേ? കൊല്ലംകാരനാണ്. ഇവിടെ എത്തുമ്പോൾ DYF പ്രവർത്തനം കണ്ടിട്ട് എന്ത് തോന്നുന്നു? അത് നല്ല കാര്യമാണ്. കുടിവെള്ളം കൊടുക്കുന്നതിന് ഏറ്റവും വലിയ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് തുടർന്ന് ഇനി ഇതുപോലെ ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. DYF മേഖലാ സെക്രട്ടറി ശരത്തോട് ചോദിക്കുന്നത്, ശരത്തെ കണ്ടോ കൊല്ലത്തുനിന്ന് വരുന്ന എത്തുന്ന ആൾക്കാർ പോലും അഭിനന്ദിക്കുകയാണ്. ശരത്തെ, എന്താണ് നിങ്ങളിങ്ങനെ കുടിവെള്ള വിതരണത്തിലേക്ക് എത്തുന്നത്? എന്തുകൊണ്ട് സമരത്തിലേക്കും കിടക്കുന്നു? കഴിഞ്ഞ 2.5 പതിറ്റാണ്ട് കാലമായിട്ട് ഇവിടെ വെള്ളത്തിനൊരു പ്രശ്നമില്ലായിരുന്നു. വെള്ളത്തിന് ക്ഷാമം വരുമ്പോൾ പഞ്ചായത്തിലെ ഭരണസമിതി ഇവിടെ വെള്ളം എത്തിച്ചു കൊടുക്കുമായിരുന്നു. ഈ BJPയുടെ ഒരു ഭരണകൂടം ഇപ്പോൾ ഇവിടെ കയറിയതിന് ശേഷമാണ് കുടിക്കാനുള്ള വെള്ളം പോലും അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അതിനെതിരെ ഞങ്ങൾക്കൊരു പ്രതിഷേധമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ഭാഗത്ത് വെള്ളം കൊണ്ടുവന്ന് എത്തിച്ച് ജനങ്ങൾക്ക് കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പഞ്ചായത്ത് ഭരണസമിതി വീഴ്ച വരുത്തിയാൽ നിങ്ങൾ കുടിവെള്ളം വിതരണം ചെയ്യും? 100% വിതരണം ചെയ്യും. ഞങ്ങൾ ഇന്നലെ ഈ പ്രദേശവാസികളോട് ഞങ്ങൾ വന്ന് പറഞ്ഞു, ഞങ്ങൾ ഇന്ന് വെള്ളം കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ 2 ആഴ്ച മുടങ്ങിക്കിടന്ന വെള്ളം, പഞ്ചായത്തിൻ്റെ വെള്ളം ഇന്ന് ഇവർ രാവിലെ ഞങ്ങൾ DYF കൊടുക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇവിടുത്തെ മെമ്പർ വെള്ളം കൊണ്ട് കൊടുക്കുകയുണ്ടായി. അപ്പോൾ നമ്മളതെല്ലാം മറികടന്നു. നമുക്ക് ജനങ്ങളിൽ വെള്ളം എത്തിക്കുകയാണ്. അവർക്ക് ഒരു നേരത്തെ നമുക്ക് വെള്ളമാണ് വേണ്ടത് കുടിക്കാൻ. അത് നമ്മൾ DYF എത്തിച്ചു കൊടുത്തിരിക്കും. DYF അത്തരം ഒരു നിലപാടെടുക്കുമ്പോൾ വെള്ളം കൊടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ സമരരംഗത്തും ഉണ്ടാവുമില്ലേ സജീവമായിട്ട്? DYFയുടെ ഇന്ന് വെള്ളം കൊടുക്കുന്നത് ഇന്നത്തെ പ്രവൃത്തി ഏറ്റവും നല്ല പ്രവൃത്തി. അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ BJP അധികാരമേറ്റ ഉടൻ തന്നെ എല്ലാ മേഖലയിലും വളരെ മോശമായ രീതിയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ കുടിവെള്ള വിതരണം കൃത്യമായി കൊടുക്കുന്നില്ല. കുടിവെള്ള വിതരണത്തിന് രാഷ്ട്രീയം കലർത്തുകയാണ് ഈ BJP ഭരണസമിതി ചെയ്യുന്നത്. അതിനെതിരെ പ്രതിഷേധം ഉണ്ടാകും. ആ പ്രതിഷേധം ഉണ്ടാകും. അതോടൊപ്പം തന്നെ എല്ലാ ഉയർന്ന പ്രദേശത്ത്, തെക്കേ കേരള ഉയർന്ന പ്രദേശത്തെല്ലാം വെള്ളം കൊടുത്തിരിക്കും DYF. DYF ജനങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും DYF ജനങ്ങളോടൊപ്പം എന്നും ഉണ്ടാവുമെന്നാണ്. ആണോ സാറേ? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഇതിന് മുമ്പേ ഉള്ള കാലഘട്ടങ്ങളിലായാലും എന്തൊരു ആവശ്യത്തിനായാലും ഈ പ്രദേശങ്ങളിലായാലും തെക്കേക്കരയുടെ മുഴുവൻ പ്രദേശങ്ങളിലും DYF എന്ന സംഘടന കൃത്യമായിട്ട് തന്നെ ഇടപെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വെള്ളം ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങൾ ഇത്രയും സംവിധാനങ്ങൾ ഇവിടെ ചെയ്ത് ഇവിടെ ഇനി ആർക്കും ഒരു കുടിവെള്ള ബുദ്ധിമുട്ടും ഒരു കാലത്തും ഉണ്ടാവത്തില്ല. ആ രീതിയിലേക്ക് DYFയുടെ ഇവിടെ ഇടപെട്ട് കൃത്യമായി വെള്ളം എത്തിക്കും. ചേട്ടൻ കേട്ടല്ലോ. ഓക്കെ. ഈ കൊടും ചൂടിൽ ഇവർ നമുക്ക് ജലം കൊണ്ട് എത്തിക്കാൻ തന്ന ഈ DYFയുടെ ഈ പ്രവർത്തകർക്ക് ഒരു നല്ലൊരു ബിഗ് സല്യൂട്ട് തന്നെ. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഞങ്ങളും DYFയുടെ ഈ മേഖലാ കമ്മിറ്റിക്ക് ബിഗ് സല്യൂട്ട് നൽകുകയാണ്. ക്യാമറമാൻ അഖിലേഷ് കൊടുമണ്ടൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.